ആദ്യം ആരുകൊമ്പാ, പൊള്ളക്കൊമ്പൊന്നുമല്ല, ആരുകൊമ്പാണ് അതിന്റെ. ഇന്നും മുകുന്ദന്റെ കൊമ്പ് ഭയങ്കര വലിയ കൊമ്പല്ലേ. ആളെടുത്ത് ചെന്നാ അപ്പൊ വായ ഉളക്കും. ഇത് വെച്ചെടുത്ത് ഉടനെ അടി കിട്ടും അവർക്ക്. അപ്പടിക്കും. ചീത്ത ലക്ഷണങ്ങളെല്ലാം ഉണ്ട്. അന്ന് പ്രത്യക്ഷത്തിൽ കണ്ടിരുന്നത് അണ്ണാക്കിലെ പാണ്ട. പിന്നീട് അവിടെ കോട്ടയിൽ ചെന്നതിന് ശേഷം അതില് നീചത്തരങ്ങൾ കൂടി. കാരണം കൈവിട്ട് ആളെ കുത്തി കഴിഞ്ഞാൽ ചെന്ന് കുളത്തിൽ ചാടും. കുത്തിക്കഴിഞ്ഞാൽ കുളിക്കണം എന്നുള്ളത്. അതെ ഏറ്റവും കെട്ട ലക്ഷണമാണ്. അതെ അത് നീച ലക്ഷണമാണ്. ഗൗളി അഥവാ പല്ലി എന്ന കുഞ്ഞു ജീവി അറിഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ വാല് മുറിച്ചു കളയുന്നത് ഒട്ടുമിക്ക സന്ദർഭങ്ങളിലും തൻ്റെ ജീവന് തന്നെ അപകടമായേക്കാവുന്ന ശത്രുക്കളുടെ ശ്രദ്ധ തെറ്റിച്ച് അവരിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ്. ഏതാണ്ട് 4 പതിറ്റാണ്ട് മുമ്പ് നിലമ്പൂർ കാട്ടിലെ പഴയൊരു വാരിക്കുഴിയിൽ വീണ ഒരു ആനക്കുരുന്നും ഒറ്റ നിമിഷം കൊണ്ടെന്നോണം മുറിവാലനായി. അബദ്ധത്തിൽ പഴങ്കുഴിയിൽ വീണുപോയ കുട്ടിയാനയെ വഴിയിൽ ഉപേക്ഷിച്ചു പോകാതെ ആ കുഴിയിൽ നിന്നും എങ്ങനെയും രക്ഷിച്ച് പിടിച്ചു വലിച്ച് കയറ്റിക്കൊണ്ടു പോകുവാനുള്ള പെറ്റമ്മയുടെയും കൂട്ടരുടെയും പിടിവലികൾക്കിടയിൽ അവൻ്റെ വാല് മുറിഞ്ഞ് ആനക്കുട്ടി കുഴിയിലേക്ക് തന്നെ മൂക്കും കുത്തി വീണിട്ടുണ്ടാവും. മനസ്സില്ലാ മനസ്സോടെ മറ്റു വഴികൾ ഏതുമില്ലാതെ ഒടുവിൽ ആ കാട്ടാനക്കൂട്ടം പിന്തിരിയാൻ നിർബന്ധിതമായപ്പോൾ അവനെ തേടി അവർ കടന്നു വന്നു, മനുഷ്യർ. കരഞ്ഞ് കാല് പിടിച്ചിട്ടും അതൊന്നും വകവയ്ക്കാതെ നിർദാക്ഷിണ്യം ചുരുട്ടിക്കൂട്ടി വണ്ടിയിലേക്ക് തിരികെ കയറ്റിയ ആ ഇരുകാലി മൃഗങ്ങളുടെ മുഖങ്ങൾ ഓരോന്നും മാറി മാറി നോക്കി അവൻ അന്ന് മനസ്സിൽ കുറിച്ചിട്ടു: ശത്രു, ആജന്മ ശത്രു. ഉടലിൽ ഉயிருള്ള കാലത്തോളം, തടിയിൽ ജീവനുള്ള കാലം വരെ ഇനി എൻ്റെ ജീവനും ജീവിതത്തിനും ഒരേ ഒരു ലക്ഷ്യം മാത്രം: ശത്രുവിൻ്റെ ഉന്മൂലനാശം. ഇനിയുള്ള ഓരോ ദിവസവും ഓരോ നിമിഷവും കണ്ണിൽ ചോരയില്ലാത്ത ഇരുകാലി മൃഗങ്ങളോടുള്ള സന്ധിയില്ലാ സമരത്തിനായി ഞാൻ എൻ്റെ ജീവിതം തീരെഴുതുന്നു എന്ന് അന്ന് സ്വന്തം പ്രാണരക്തത്തിൽ തൊട്ട് പ്രതിജ്ഞ ചെയ്ത ആ തീക്കുരുപ്പിന് പിന്നീട് മനുഷ്യർ ഒരു പേര് നൽകി: മുകുന്ദൻ. ഗുരുവായൂർ പുന്നത്തൂർ കോട്ടയിൽ എത്തിച്ചേർന്ന ശേഷം കാലവും ലോകവും ചേർന്ന് ഇത്തിരി ആക്ഷേപത്തോടെയും എന്നാൽ അതിലേറെ ആരാധനയോടെയും ഒരിക്കൽ മുറിഞ്ഞടർന്ന വാലിനെ കൂട്ടിയിണക്കി അവനെ ഒന്ന് നീട്ടി വിളിച്ചു: മുറിവാലൻ മുകുന്ദൻ. നമസ്കാരം. മലയാളത്തിൻ്റെ സ്വന്തமான ചാനൽ ശ്രീ ഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ആനക്കേരളത്തിലെ ഒരു വിപ്ലവകാരിയെന്നോ അതിതീവ്രവാദി എന്നോ പറയപ്പെടാവുന്ന ഒരു ആനയെക്കുറിച്ചാണ് പറയുന്നത്. ഏതാണ്ട് 10-20 വർഷം മുമ്പ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ ഈ ആനലോകത്തേക്ക് എത്തിപ്പെടുമ്പോൾ, ആനക്കാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ മനസ്സിൽ കയറിക്കൂടിയ ഒരു പേരായിരുന്നു മുകുന്ദനെന്ന്. മുറിവാലൻ മുകുന്ദൻ. ഗുരുവായൂർ പുന്നത്തൂർ ആനക്കോട്ടയിലെ ഒരു തീപ്പൊരിപ്പിറവി. ആ മുകുന്ദനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ അധ്യായം. മുകുന്ദൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു. തീരെ ചെറിയ പ്രായം മുതൽ, മനുഷ്യരുടെ കൈകളിലേക്ക് എത്തിപ്പെടുന്ന കാലം മുതൽ മനുഷ്യരോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിക്കുന്ന ഒരു ആന. ഭക്ഷണം കൊടുത്താലും അടികൊടുത്താലും ഇത്ര സാമധാന ഭേദദണ്ഡങ്ങൾ എന്തൊക്കെ പയറ്റിയാലും മനുഷ്യരുടെ ചട്ടങ്ങൾക്കും ചിട്ടകൾക്കും വഴങ്ങാൻ ഒരിക്കലും തയ്യാറല്ലാതെ അവസാന ശ്വാസം വരെ പോരാടാൻ തീരുമാനിച്ചിറങ്ങിയ ഒരു ആനപ്പിറവി. അതാണ് മുകുന്ദൻ. കവളപ്പാറക്കൊമ്പൻ എന്നൊരു കൊലകൊമ്പനെക്കുറിച്ച്, കൊലയാനയെക്കുറിച്ച് മലയാളി കേട്ടിട്ടുണ്ട്. ആ കൊലകൊമ്പന്റെ പുനരവതാരമാണോ ഈ മുറിവാലൻ മുകുന്ദൻ എന്നുപോലും ചിന്തിച്ച മനുഷ്യരുണ്ട്. മുകുന്ദനെ പോലെ ഈ ആനക്കേരളത്തിൽ മുകുന്ദൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊരു വല്ലാത്ത ജന്മം തന്നെയായിരുന്നു, വല്ലാത്ത പിടിവാശി തന്നെയായിരുന്നു അവൻ്റെ. മുകുന്ദൻ്റെ ജീവിതം, മുകുന്ദൻ്റെ സമരങ്ങൾ, മുകുന്ദൻ്റെ അവസാന നിമിഷം വരെയുള്ള പോരാട്ടം, ഇതെല്ലാം ചരിത്രത്തിൽ
തങ്കലിപികളിൽ എന്ന് ഞാൻ പറയുന്നില്ല, ചരിത്രത്തിൽ അത് എക്കാലത്തേക്കുമായി ഓർമ്മിക്കപ്പെടും. കല്ലിൽ കുത്തിവെച്ച പോലെ അത് ഓരോ മലയാളിയുടെയും മാനപ്രേമിയുടെയും മനസ്സിൽ കല്ലിച്ച് കിടക്കും. കണ്ടു നോക്കുക. നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി. അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എലിഫൻസിന്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ സന്തോഷം. ഈ കഴിഞ്ഞ മെയ് 11 മുറിവാലൻ മുകുന്ദൻ അവൻ്റെ എല്ലാ പ്രതിഷേധങ്ങളും സന്ധിയില്ലാ സമരങ്ങളും അവസാനിപ്പിച്ച് ഒരു സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. പക്ഷെ ആ ഉടമ്പടി അത് നെറികെട്ട മനുഷ്യരുമായിട്ടായിരുന്നില്ല, മറിച്ച് നേരുള്ള മരണവുമായിട്ടായിരുന്നു. അതെ, മുകുന്ദൻ എന്ന മുറിവാലൻ കഥാവശേഷനായി. ന്യൂ ജനറേഷന്റെ ഭാഷ കടമെടുത്താൽ സുമ്മ തീ, അതായിരുന്നു മുകുന്ദൻ. പ്രതിഷേധത്തിന്റെ കനലെരിയുന്ന മനസ്സും ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പഞ്ചാഗ്നി മധ്യത്തിൽ എന്നോണമുള്ള കൈവിട്ട കളിയുടെ തീക്കാറ്റും ആ ജീവിതത്തിന് സമാനതകളില്ലായിരുന്നു. ആയിരക്കണക്കിന് നാട്ടാനകളുടെ കഥകൾക്കും ഓർമ്മകൾക്കും ജീവിതങ്ങൾക്കും രംഗവേദിയായ മലയാള മണ്ണിൽ 1000 ആണ്ടുകൾ കഴിഞ്ഞാലും മനുഷ്യ മനസ്സുകളിൽ തറഞ്ഞു നിൽക്കുന്ന ഒരു മുറിച്ചുരിക എന്ന പോലെ ഓർമ്മകളിൽ നിന്നുപോലും ചോര കിനിയുന്ന അവൻ്റെ കഥ അതൊരു വല്ലാത്ത കഥ തന്നെയാണ്. ചതിക്കും ആന ഇവിടെ വെച്ചിട്ടും പലരെയും ചെയ്തിട്ടൊക്കെ ഉണ്ട്. കാരണം ഇവിടെ മുറ്റത്ത് കെട്ടിയിടുമ്പോൾ ഓരോരുത്തർ വരും, ഇവർക്ക് ആ കുട്ടിയല്ലേ വെച്ചിട്ട് ചെല്ലും. ആര് ചെന്നാലും തുമ്പി പൊക്കിയിട്ട് വായ വളർന്ന് വെക്കും. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ കഴിക്കാൻ വല്ല അപ്പോ അല്ലെങ്കിൽ പലഹാരം എന്തെങ്കിലുമൊക്കെ വരുന്നവർക്ക് പണിക്കാർക്ക് കൊടുക്കും. അപ്പോൾ അവരുണ്ടാവും, അവർ അതിൻ്റെ വായിൽ കൊണ്ടുവച്ച് കൊടുക്കാനും ആളെടുത്ത് ചെന്നാൽ അപ്പോൾ വായ വളക്കും. ഇത് വെച്ചെടുത്ത് ഉടനെ അടി കിട്ടും അവർക്ക്, അപ്പടിക്കും. ചിലരൊക്കെ വന്നിട്ട് മച്ചിങ്ങയൊക്കെ പറക്കിട്ടു. നമുക്ക് തെങ്ങ് ധാരാളം അപ്പം കൊടുത്തു കഴിഞ്ഞിട്ട് മച്ചിങ്ങ വെച്ച് കൊടുത്തു. അത് കടിച്ച ഉടനെ കിട്ടിയ അടി, ആള് വീണു. കൊടുത്തു, കൊടക്കല് ആള് വീണു കഴിഞ്ഞു. ചീത്ത ലക്ഷണങ്ങളെല്ലാം ഉണ്ട്. അന്ന് പ്രത്യക്ഷത്തിൽ കണ്ടിരുന്നത് അണ്ണാക്കിലെ പാണ്ടുണ്ടായിരുന്നു. അപാരമായിട്ടുള്ള പാണ്ടായിരുന്നു. കാരണം കുട്ടിക്കാലത്ത് ഇത്രയൊന്നും പാണ്ട് സാധാരണ ആനക്കുട്ടികൾക്ക് കാണുന്നത് ഇതിന്റെ അപാരമായിട്ടുള്ള പാണ്ടായിരുന്നു. ശരിക്കും മൂർഖന്റെ പടം പോലെ എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഒരു കാരണന്മാരൊക്കെ പറഞ്ഞു കേട്ടുള്ളൂ. ശരിക്കും അതുണ്ട്. വളരെ ഇതായിട്ടുള്ള പുള്ളി എന്ന് മാത്രമല്ല, അതൊരു പടം പോലെ അങ്ങനത്തെ പാണ്ടായിരുന്നു. അത് വരുന്നുള്ളതിന്റെ ഒരു ആരംഭമായിരുന്നു അതിന് ഉണ്ടായിരുന്നു. അതൊക്കെ അതിന് വളരെ ഇതായിരുന്നു. പിന്നീട് കള്ളത്തരങ്ങൾ പലതും ഉണ്ട്. അതിന്റെ ശബ്ദം വളരെ മോശമാണ്. ശബ്ദമൊക്കെ ഉണ്ട്. മേശ നിരക്കണ പോലെ ഒരു ശബ്ദം അത് ഇപ്പോഴും ഉണ്ട്. അതിന് നമ്മളൊരു മേശ നിരക്കുന്ന പോലെ ഒരു ശബ്ദം അത് ഇപ്പോഴും ചീത്ത ലക്ഷണങ്ങൾ അതൊക്കെ ഉണ്ട്. ശബ്ദത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കാം. നല്ല ശബ്ദവും ചീത്ത ശബ്ദവും എല്ലാം ഉണ്ട്. ഇതൊക്കെ അന്നും ഉണ്ട്, അതിന് ഈ കുട്ടിക്കാലത്തും ഉണ്ട്. പിന്നീട് അവിടെ കോട്ടയിൽ ചെന്നതിന് ശേഷം അതിൽ നീചത്തരങ്ങൾ കൂടി. കാരണം കൈവിട്ട് ആളെ കുത്തി കഴിഞ്ഞാൽ ചെന്ന് കുളത്തിൽ ചാടും. അതൊരിതുണ്ട്. ആളെ കുത്തി കൊന്നിട്ടായാലും ഇതായാലും കൊലകുളി നടത്തുക എന്നാണ് പറയാ. അത് ഏറ്റവും ചീത്ത ലക്ഷണം എന്നാ പറയുന്നത്. ചെന്ന് വെള്ളത്തിൽ ചാടും. കവളപ്പാറ കൊമ്പനെ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് കേട്ടിട്ടുള്ളത്. അത് ഈ ആനയാണ് പിന്നീട് കേട്ടിട്ടുള്ളത്. അതിപ്പോ ഒരു തവണ ഇതേപോലെ ദേവസ്വത്തിൽ തന്നെ കോട്ടയിൽ വെച്ചിട്ട് മൂന്നനാന ആരെ കുത്തി. ആ കുത്തി കഴിഞ്ഞപ്പോഴേക്കും ആനക്കാർക്ക് മനസ്സിലായി ഇനി കുളത്തിലേക്ക് ചാടാനാ വീണത്. ഈ ആനക്കാർ മൊത്തം വന്ന് കുളം മുഴുവൻ വളഞ്ഞു. 2 കുളം വളഞ്ഞു ആന ഇറക്കാതിരിക്കാൻ വേണ്ടി. അവര് തോട്ടി മേടിയൊക്കെ എടുത്തിട്ട് വളഞ്ഞു. ആന വന്ന് നോക്കുമ്പോ ഒരു രക്ഷയില്ല, എല്ലാ ആനക്കാരാണ്. ഈ ആന അങ്ങനെ പോയി ടാങ്കിൽ വെള്ളം നിർത്തിയായിരുന്നു. ആ ടാങ്കിലെ വെള്ളം കൊണ്ട് കുളിച്ചു. ആന കുളി നടത്തുകയാണ്. കുത്തിക്കഴിഞ്ഞാൽ കുളിക്കണം എന്നുള്ളത് ഭയങ്കര ഏറ്റവും കെട്ട ലക്ഷണമാണ്. അതെ അത് നീച ലക്ഷണം. നീച ലക്ഷണം. ഗുരുവായൂർ ദേവസ്വത്തിനൊന്നും ആവണോണ്ട് കുഴപ്പമില്ല. ഉടമസ്ഥന്മാർക്കൊന്നും പറ്റില്ല.
പുന്നത്തൂർ ആനക്കോട്ടയിൽ സന്ദർശകർക്ക് പ്രവേശനമില്ലാത്ത തെക്ക് കിഴക്കേ കോണിലായി 2024 ഏപ്രിൽ 11 ശനിയാഴ്ച രാവിലെ 9:40 കുഴഞ്ഞു വീണ് നായിരിപ്പിരിക്കുന്ന അവസ്ഥയിൽ ജീവൻ വെടിയുമ്പോൾ മുകുന്ദന്റെ പ്രായം ഏതാണ്ട് 42-43 ആയിരുന്നു. കുറച്ചു കാലമായി വിടാതെ അലട്ടിക്കൊണ്ടിരുന്ന ഇടത്തെ കാലിന്റെ പ്രശ്നവും 3 കാലിൽ മാത്രം ശരീരം താങ്ങി നിൽക്കുവാൻ നിർബന്ധിതമായതും കാരണം നട്ടെല്ലിന് സംഭവിച്ച വളവും ഒരു തിരിച്ചുകയറ്റമില്ലാത്ത വിധം മുകുന്ദൻ കൂടുതൽ കുഴപ്പങ്ങളിലേക്കും അവശതയിലേക്കുമാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കെ ഒരർത്ഥത്തിൽ മരണം അവന്റെ രക്ഷയ്ക്കെത്തുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് സത്യം. ഫസ്റ്റ് ഞാൻ മുകുന്ദനെ കുറിച്ച് അറിയുന്നത് ഈ ഫോർ എലിഫന്റ് എന്ന പ്രോഗ്രാമിൽ തന്നെയാണ്. പക്ഷേ അതിനുശേഷം ഞാൻ ഒരുപാട് പ്രാവശ്യം മുകുന്ദനെ കാണാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ പോയെങ്കിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. മുകുന്ദനെ കാണണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ കാലൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. സ്വാഭാവികമായിട്ടും ഈ ഫോർ എലിഫന്റിൽ വർഷങ്ങൾക്ക് മുമ്പ് കൊലവലി എന്ന് പറയുന്ന ഒരു ആനയെക്കുറിച്ച് ഞാൻ കണ്ടിരുന്നു. അതിലും ഈ പറയുന്ന പോലെ അതിനെ ഒരുപാട് ഉപദ്രവിച്ചു. അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ നിന്നും അതിനെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി മനുഷ്യൻ ശ്രമിച്ചു. അതിൻ്റെ വാശി അവസാനം അത് മരിച്ചു, കൊല്ലപ്പെട്ടു എന്ന് തന്നെ പറയാം. അപ്പം അന്ന് തുടങ്ങി മൃഗങ്ങളോടുള്ള ഒരു സഹതാപവും വിഷമവും അത് ആനയോടെന്ന് മാത്രമല്ല എല്ലാ ജീവികളോടും അങ്ങനെയാണ്. അപ്പോൾ പൊതുവെ മനുഷ്യൻ്റെ അടിമത്തത്തിന് വേണ്ടിയിട്ടും മനുഷ്യൻ ഇതുങ്ങളെ ആക്രമിച്ചു പിടിച്ചിട്ടാണെങ്കിലും എന്താ പറയുക, മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആധിപത്യത്തിന് വേണ്ടിയിട്ട് ഇതുങ്ങൾ ഉപയോഗിച്ചു. ഈ മനുഷ്യൻ ഒരുപാട് ഇവരെ ഉപദ്രവിച്ചിട്ട് ഇവരെ അനുസരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും പല ജീവികളും അനുസരിച്ച് മനുഷ്യൻ്റെ കൂടെ കഴിയുന്നുണ്ട്. പക്ഷേ ചില ജീവികൾ അതിൽ നിന്നും, അതിപ്പോൾ മനുഷ്യനും അങ്ങനെയാണല്ലോ, ചില ജീവികളെ പോലെ തന്നെയാണ് മനുഷ്യനും. സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഏതൊരു ജീവി, അത് മനുഷ്യനായാലും മൃഗമായാലും, അവർ ഒരാൾക്കും അടിയറവ് പറയില്ല എന്നുറപ്പിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പറയില്ല. അപ്പോൾ അതുപോലത്തെ ഒരാളാണ് മുകുന്ദൻ. എനിക്ക് തോന്നിയിരുന്നത് അങ്ങനെയാണ്. കാരണം അവൻ ആവശ്യത്തിലധികം വേദന സഹിച്ചു. അവൻ്റെ കാല് അത്രയും ആ ഒരു അവസ്ഥയിലായിട്ട് പോലും അവനൊരിക്കലും മനുഷ്യന് അടിയറവ് പറയാതെ അവൻ്റെ വാശിയിൽ, അവൻ്റെ ആ ഒരു ആധിപത്യത്തിൽ അവൻ ജീവിച്ചു മരിച്ചു എന്ന് തന്നെ പറയണം. കാരണം അവൻ മരിച്ചതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല. അവൻ ഈ വേദനയില്ലാത്ത ഈ ലോകത്ത് നിന്ന് അവൻ നല്ലൊരു ലോകത്തിലേക്ക് പോയി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അവൻ്റെ ആ ഒരു എന്താ പറയുക, അവനൊരു പോരാളിയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അത് അവൻ ജീവിച്ചിടത്തോളം കാലം അവൻ ആർക്കും അടിയറവ് പറയാതെ അവൻ ആ തൻ്റെ അടുത്തോടുകൂടി തന്നെ അവനറിയാം അവനൊരാളെ കൊന്നു കഴിയുമ്പോൾ അവനൊരുപാട് ഉപദ്രവം സഹിക്കേണ്ടി വരുന്നു. സാധാരണ മൃഗങ്ങളത് പേടിച്ചിട്ട് പിന്നെ അത് ചെയ്യില്ല. പക്ഷെ ഇവൻ പിന്നെയും അത് ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ അർത്ഥം അവനൊരിക്കലും മനുഷ്യന് വഴങ്ങില്ല എന്ന് തന്നെയാണ്. മനുഷ്യനായിട്ടുള്ള നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് ഇവനെ പിടിച്ചിട്ട് ഇവൻ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവനെ പിടിച്ച് തിരിച്ച് കാട്ടിലേക്ക് അയക്കേണ്ടതായിരുന്നു. പക്ഷേ അത് എന്തുകൊണ്ടും അത് ചെയ്തില്ല. അവൻ ഈ ഭൂമിയിൽ ജീവിച്ചിടത്തോളം കാലം ഒരു പോരാളി തന്നെയായിരുന്നു, ഒരു യോദ്ധാവായിരുന്നു എന്ന് പറയാം. ആ ഒരു ഇപ്പം ഞാനൊക്കെ അവനെ കാണുന്നത് വലിയൊരു റോക്ക് എന്നൊക്കെ പറയില്ല, ആ ഒരു ലെവലിലാണ് ഞാൻ കാണുന്നത്. കാരണം അവനോട് അത്രയും ഒരു ആരാധനയുണ്ട് നമുക്ക്. ഈ എലിക്കൊമ്പനൊക്കെ ആണെങ്കിൽ ഒരുപാട് ചെറുത്ത് നിന്നു മനുഷ്യരോട്. പക്ഷേ അവനൊക്കെ കുറച്ചും കൂടി വിധേയത്വം ഉള്ളൊരാളായിരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അതുകൊണ്ടാണ് അവൻ പിന്നെയും മനുഷ്യനോട് അത്രയും ചെറുത്ത് മനുഷ്യനെ അത്രയും ഉപദ്രവിച്ചിട്ടും അവൻ ആരും ഉപദ്രവിക്കാതെ അവൻ വേറൊരു സ്ഥലത്തേക്കാണെങ്കിൽ അവൻ പോയത്. വേറെ അരിക്കൊമ്പൻ്റെ സ്ഥാനത്ത് ഇപ്പം ഞാനൊക്കെ ഒരു ആനയായിരുന്നെങ്കിൽ ഒരു 3 എണ്ണത്തിനെങ്കിലും കൊന്നാനെ. പക്ഷേ ആ ഒരു വാശി എന്ന് പറയുന്നത് അത് മനുഷ്യൻ അതൊക്കെ അനുഭവിക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവുള്ളൂ. മനുഷ്യൻ അത് അനുഭവിക്കാത്തടത്തോളം കാലം ഇതെല്ലാം മനുഷ്യന് വെറും ഒരു തമാശയാണ്. നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് നമ്മളെ പിടിച്ചു മാറ്റി വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ അവർ പറയുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നത് ആർക്കും അംഗീകരിക്കാൻ പറ്റും? മനുഷ്യനെന്നല്ല, ഒരു ജീവിക്കും അത് അംഗീകരിക്കാൻ പറ്റില്ല. ആനയാണെങ്കിലും ഇപ്പോൾ കുതിര, കഴുത, ഇതുങ്ങളെയൊക്കെ കഷ്ടപ്പെടുത്തണ കാണുമ്പോൾ സത്യത്തിൽ നമുക്ക് മനുഷ്യരോട് പുച്ഛമാണ്. ആ ഒരു പുച്ഛം തന്നെയായിരിക്കാം എനിക്ക് തോന്നുന്നത് മുകുന്ദന് അവസാനം വരെ മനുഷ്യനോട് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും അവൻ യോദ്ധാവ് തന്നെയാണ്. അവൻ മരിച്ചു കഴിഞ്ഞിട്ടും അവൻ ഈ പറയുന്ന സ്ഥലത്തിരുന്ന് എവിടെയാണോ അവനുള്ളത് ഇപ്പോൾ അവിടെ ഇരുന്ന് മനുഷ്യനെ പുച്ഛിക്കുന്നുണ്ടാവും.
മനുഷ്യർ നിശ്ചയിക്കുന്ന വേലിക്കെട്ടുകൾക്കും ചങ്ങലക്കെട്ടുകൾക്കും വള്ളിക്കെട്ടുകൾക്കും ഉള്ളിൽ അടങ്ങി ഒതുങ്ങി അനുസരിച്ച് നിന്ന് ആയുസ് തികയ്ക്കുവാൻ തയ്യാറില്ലാതെ വട്ടമുടക്കിയ ഒരു ആനപ്പിറവി. നാട്ടിലേക്കായി പിടിക്കപ്പെട്ടവർ കാട്ടിലേക്ക് തിരിച്ചുപോയ ചരിത്രം കേട്ടുകേൾവി പോലും ഇല്ലാത്തപ്പോഴും അടിമച്ചങ്ങലകളുടെ കടുംപിടുത്തത്തിന് മുന്നിൽ വഴങ്ങിക്കൊടുക്കാൻ തയ്യാറില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചട്ടം പറയാനും പഠിപ്പിക്കാനും എത്തിയവരെ മുഴുവൻ നട്ടപ്രാന്തെടുത്തവനെ പോലെ ആട്ടിപ്പായിക്കുകയും ചെയ്തു എന്ന വലിയ കുറ്റത്തിന് ആ ആൺപിറപ്പ് പകരം നൽകേണ്ടി വന്നത് അവന്റെ ആയുസ്സും ആരോഗ്യവും തന്നെയായിരുന്നു എന്ന് മുറിവാലന്റെ കഥയെ ഏറ്റവും ലളിതമായി സംഗ്രഹിക്കാം. ഉത്സവ കേരളത്തിൽ അല്ലെങ്കിൽ ആന കേരളത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഗജങ്ങളുണ്ട്. നമ്മൾ ആരാധിക്കുന്ന ഒരുപാട് ഗജങ്ങൾ, എത്ര കണ്ടാലും മതി വരാത്ത ഒരു മൃഗമാണല്ലോ ആന എന്ന് പറയുന്നത്. അതിൽ നമ്മൾക്ക് പല ആനകളോടും പല തരത്തിലുള്ള ഇഷ്ടങ്ങളുണ്ട്. അത് അവരുടെ ഭംഗി കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ലക്ഷണം കൊണ്ടും, അതുപോലെ തന്നെ എന്താ പറയുക, ചില ആനകളുടെ സ്വഭാവ സവിശേഷ ഗുണങ്ങൾ കൊണ്ടൊക്കെ ചില ആനകളോട് നമുക്കൊരു ഇഷ്ടവും ഒരു ആരാധനയൊക്കെ തോന്നും. അത്തരത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആരാധന തോന്നിയിട്ടുള്ള ഒരു ആന ആണ് ശരിക്കും പറഞ്ഞാൽ മുറിവാലൻ മുകുന്ദൻ എന്ന് പറയുന്ന ഗുരുവായൂരപ്പൻ്റെ ഗജസമ്പത്തിൽ ഈ എന്താ പറയുക അനുസരണക്കേടിൻ്റെ ഒരു ആനരൂപം. നമ്മൾ ചില ആളുകളെയും ഈ ധിക്കാരികളായിട്ടുള്ള ചില ആളുകളെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടും അല്ലേ. അതുപോലെ തന്നെ ചില ധിക്കാരികളായിട്ടുള്ള ആനകളോടും നമുക്കൊരു ആരാധന തോന്നാം. ഈ അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ അടക്കി വാഴാനോ അനുവദിക്കാത്ത ഒരു എന്താ പറയുക ഒരു ഗജ ജന്മം ആയിരുന്നു മുറിവാലൻ മുകുന്ദൻ എന്ന് പറയുന്നത്. നമ്മൾ എപ്പം ആനക്കോട്ടയിലൊക്കെ പോകുമ്പോൾ എപ്പോഴും മുകുന്ദനെ ഇങ്ങനെ കാണാം. പുറത്തേക്ക് ഇങ്ങനെ ഉത്സവങ്ങൾക്ക് പോക്കും കാര്യങ്ങളൊന്നുമില്ല. വളരെ നല്ല ചെറുപ്പകാലം മുതൽ തന്നെ അനുസരണക്കേടിൻ്റെ ഒരു ശീലം ആന കാണിച്ചിരുന്നു. അന്നൊക്കെ ചിലപ്പോൾ അവരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ഒരു ആ പ്രായത്തിൻ്റെ ഒരു ഇതാണെന്നുള്ളത്. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരിക്കലും മനുഷ്യജന്മത്തിന് വഴങ്ങിക്കൊടുക്കാത്ത, ഒരിക്കലും അടിയറവ് പറയാത്തൊരു ആനപ്പിറപ്പ്, ഒരു ആനകളിൽ ഒരു വേണമെങ്കിൽ ഒരു ധിക്കാരി എന്നൊക്കെ പറയാം. ഇപ്പം നമ്മൾ പറയാറുണ്ട് കവളപ്പാറ കൊമ്പനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ആനകൾ ഇങ്ങനെ മനുഷ്യന് അടിമയായിട്ട് ജീവിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ചില ജന്മങ്ങൾ, ആനജന്മങ്ങൾ. അത്തരത്തിൽ ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഒരു തലമുറയൊക്കെ വളരെ കാലമായിട്ട് കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു ആനയാണ് മുറിവാലൻ മുകുന്ദൻ എന്ന് പറയുന്ന ഒരു ആന. അധികം കഷ്ടപ്പെടുത്താതെ അവൻ പോയി. ഈ അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അവൻ പോയി എന്ന് പറയുന്നതിലും സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉത്സവങ്ങളിലോ പൂരങ്ങൾക്കോ ഒന്നിനും പുറത്തു പോകാറില്ല എന്നും ഒരു നിത്യബന്ധനത്തിൽ ആണ് ആന കഴിഞ്ഞിരുന്നത്. പിന്നെ അത് മാത്രമല്ല എന്താ പറയുക, ആനയുടെ ആ ഒരു സ്വഭാവം തന്നെയാണ് നമുക്ക് അതിനോടുള്ള ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു ആരാധന തോന്നാനുള്ള ഒരു കാരണം. മനുഷ്യജന്മങ്ങൾക്ക് മുന്നിൽ അടിയറവ് പറയാതെ ജീവിച്ച് മരിച്ച ഒരു ആൺപിറപ്പ്. ഇന്ന് ആനക്കോട്ടയായി നമ്മൾ കാണുന്ന തങ്ങളുടെ കൊട്ടാരവും കൊട്ടാരത്തിന് ചുറ്റുമുള്ള ക്ഷേത്രങ്ങളും വിശാലമായ പറമ്പുകളുമെല്ലാം ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് വിട്ടുകൊടുത്ത പുന്നത്തൂർ രാജവംശത്തിൽപ്പെട്ട തുളസീദാസ് രാജയാണ് 1986 മുകുന്ദനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കിയിരുത്തുന്നത്. ശരിക്കും ഇന്ന് കാണുന്ന ആനക്കോട്ട നിങ്ങളുടെ കുടുംബത്തിൻ്റെതാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇത്രയും വലിയൊരു ആനകൾക്കുള്ളൊരു എന്താ പറയുക ഒരു സംരക്ഷണ കേന്ദ്രം ഗുരുവായൂർ ഇന്നത്തെ പോലെ ഇല്ല. ഇല്ലില്ല. അത് ഗുരുവായൂർ സാമൂതിരി കോവിലകമായിരുന്നു. അതായത് ഇപ്പോൾ കേശവന്റെ പ്രതിമ നിൽക്കുന്ന സ്ഥലത്തായിരുന്നു ആനകളെ തളച്ചിരുന്നത്. അത് സാമൂതിരി കോവിലക സ്ഥലമായിരുന്നു. അപ്പോൾ 5 ആന ഉണ്ടായിരുന്നുള്ളൂ. 10 ആനയായി, 15 ആയി, 20 ആയി, 22 ആയി. പിന്നെ അവിടെ നിർത്താൻ പറ്റാതെ ആ സമയത്താണ് അങ്ങോട്ട് പോയി. 24 ആനയാണ് തോന്നുന്നു പുന്നത്തൂർ കോട്ടയിലേക്ക് വരുമ്പോൾ കേശവൻ, ലക്ഷ്മിക്കുട്ടി, വലിയ നാരായണൻകുട്ടി, രാമേന്ദ്രൻ, വേണുഗോപാലൻ അങ്ങനെയുള്ള ആനകളാണ്. പത്മനാഭൻ, കേശവനാണ് വലതുകാല് വെച്ചിട്ട് കടന്നു വന്നിട്ടുള്ളത്. കേശവൻ തന്നെ. ലക്ഷ്മിക്കുട്ടിയുണ്ട്, വലിയ നാരായണൻകുട്ടി, രാമേന്ദ്രൻ, വേലായുധൻ, വേണുഗോപാലൻ, പത്മനാഭൻ, അങ്ങനെയുള്ള ഒന്നാം കടയിലുള്ള ആനകൾ എല്ലാം കൂടിയിട്ടാണ് വന്നത്. പിന്നെ ആനകളാണ് വർദ്ധിച്ചു. അവിടെ കോട്ടയിൽ കടന്നതിന് ശേഷമാണ് ആനകൾ ഇത്രയും
പെരുത് കൂടിയത്. ഗുരുവായൂരപ്പൻ ആനകളുടെ ഒരു തീർച്ചയായിട്ടും ആയുധം. കഴിഞ്ഞ നൂറ്റാണ്ടിലെ പേരുകേട്ട ദേശമംഗലം മനയുടെ അവകാശികൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നിമിത്തമാവാം മന പൊളിച്ചു വിൽക്കാൻ തീരുമാനിക്കുന്നു. മന ലേലത്തിൽ പിടിക്കാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ തുളസീദാസ് രാജ ഉൾപ്പെടുന്ന ഒരു കൂട്ടരും ഉണ്ടായിരുന്നു. ലേലം തങ്ങൾക്ക് ഉറപ്പിച്ചു കിട്ടിയാൽ ഗുരുവായൂരപ്പൻ ഒരു ആനയെ സമർപ്പിച്ചു കൊള്ളാമെന്ന് അവർ നേർച്ചയും നേർന്നു. അങ്ങനെ ലേലം ഉറപ്പിച്ചു കിട്ടിയതിൻ്റെ നന്ദി പ്രകാശനമായി ഗുരുവായൂരിലേക്ക് സമർപ്പിക്കപ്പെട്ടവനാണ് മുകുന്ദൻ. മനിശ്ശേരി ഹരിയിൽ നിന്നും വാങ്ങി ഗുരുവായൂരിലേക്ക് കൊടുക്കും മുമ്പ് 5-6 മാസക്കാലം അവൻ വടക്കാഞ്ചേരിയിലുള്ള പുന്നത്തൂർ വീട്ടിലും ഉണ്ടായിരുന്നു. പാറശ്ശേരി ചാമിയാശാനാണ് മുകുന്ദനെ വടക്കാഞ്ചേരിയിലേക്ക് നടത്തിക്കൊണ്ടുവരുന്നത്. തുളസീദാസ് രാജയുടെ അടുത്ത ബന്ധുവായ സതീശൻ രാജയുടെ ഓർമ്മകളിൽ അന്നത്തെ ആ കുട്ടിക്കുറുമ്പന്റെ ഓർമ്മകളും കലിപ്പുകളും ഇപ്പോഴും ഒളിമങ്ങാതെ നിൽക്കുന്നുണ്ട്. അത് വാങ്ങാനുള്ള കാരണം ഇവിടെ ദേശമംഗലം മന എന്ന് പറഞ്ഞ മനയുണ്ട്. ആ മന പൊളിക്കാൻ കുറേ പേര് കൂടിയിട്ട് ഒരു ടെൻഡറൊക്കെ വെച്ചു. എൻ്റെ അമ്മാവനും അതിൽ ഒരു അതെ ഉണ്ട്. അപ്പോൾ ആ മന കിട്ടിക്കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ ഒരു ആനക്കുട്ടിയെ നടയിരുത്താവുന്ന അന്ന് നേർന്നു. 12 പേര് കൂടിയിട്ടാണ് ഈ ദേശമംഗലം മന മേടിക്കുന്നത്. അന്നത്തെ പലരും ടെൻഡർ വെച്ചാലും അമ്മാവൻ്റെ പേരിൽ ആ ടെൻഡർ വെച്ചു. തുളസീദാസ് രാജ എന്നുള്ള പേരിൽ ആ ടെൻഡർ കിട്ടിയാൽ ഇവിടെ ഈ പറമ്പിലുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഞങ്ങൾ നിർത്തിയിട്ടുണ്ട് ഒരുപാട് സമയങ്ങൾ. ഇവിടെ ഓടി മേടിക്കുന്നത് മനിശ്ശേരി ഹരിദാസിന്റെ. ഈ ആനക്കുട്ടി ഹരിച്ചേട്ടൻ്റെ എത്തുന്നത് അത് നിലമ്പൂർ കാട്ടില് നിലമ്പൂരുണ്ടായിരുന്നതാ. പഴയ കുഴിയിൽ വീണതാ. അത് പഴയ കുഴിയിൽ വീണത് നാടനാന. പറമ്പിൽ പറ്റതെന്ന് പറയാം. അത്രയും നാടനാനയാണത്. നിലമ്പൂർ ആനയത്. ആ മണ്ണല് പഴയ കുഴിയിൽ വീണു. എന്നിട്ട് അതിനെ കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റുകാരും ആദിവാസികളും കുറേ ശ്രമിച്ചു. അവരൊന്നും ഇതായിട്ട് പറ്റിയില്ല. അന്ന് രാത്രി ഈ ആനകളെല്ലാം ഇതിനെ രക്ഷപ്പെടുത്താൻ നോക്കി. ഈ കുഴി വീഴുന്ന ദിവസം രാത്രി ആനയെ രക്ഷപ്പെടുത്താൻ നോക്കി. അപ്പോൾ അതിൻ്റെ തുമ്പിയും വാലൊക്കെ പിടിച്ച് ഇതാക്കി. അപ്പോൾ വലിച്ച് കയറ്റാൻ നോക്കി, പറ്റിയില്ല. വാല് പിടിച്ച് വളച്ചല് വാല് ഒടിഞ്ഞു പോയി. അങ്ങനെ മുറിവാല ഇത് അങ്ങനെയാണ് വാലൊടിഞ്ഞത്. അതെ രക്ഷപ്പെടുത്താൻ നോക്കിയതാ അന്ന് സംഭവിച്ചിട്ടുള്ളതാ. വ്യത്യാസം ഫോറസ്റ്റുകാരൊക്കെ ചെല്ലുമ്പോണ്ട് ആദിവാസികളും അവരെല്ലാവരും കൂടി ചെന്നു അതിനെ രക്ഷപ്പെടുത്തി കയറ്റി അവർ ഉൾക്കാട്ടിലേക്ക് പോയി. അതെ പിന്നെ മനുഷ്യരുടെ അടുത്തേക്ക് അങ്ങനെ വന്നു. അപ്പൊ ഇവര് പിടിച്ച് കെട്ടിയിട്ടു. പിന്നെ തിന്നാനൊക്കെ കൊടുത്തു. പിന്നെ മരുന്നൊക്കെ വെച്ചു. അങ്ങനെ 3-4 മാസം കഴിഞ്ഞിട്ടാണ് അത് ലേലം വെച്ചത്. 3-4 മാസം കഴിഞ്ഞു എന്നാണ് അറിവ്. ലേലത്തിൽ അങ്ങനെ മനിശ്ശേരി ഹരിദാസ് എടുത്തതാണ്. കേവലം 3-4 വയസ്സ് മാത്രമുള്ളപ്പോൾ കാട്ടാനക്കൂട്ടത്തിൽ നിന്നും വേർപെട്ട് മനുഷ്യർക്കിടയിലേക്ക് എത്തിപ്പെടാനായിരുന്നു അവൻ്റെ വിധി. ഗുരുവായൂർ കേശവനും ഗുരുവായൂർ പത്മനാഭനുമൊക്കെ ജനിച്ചു വളർന്ന സാക്ഷാൽ നിലമ്പൂർ കാടിൻ്റെ മകൻ. മാറ്റുരച്ചു നോക്കിയാൽ സ്വർണരാശി പ്രതിഫലിക്കുന്ന നിലമ്പൂർ തേക്കിൻ്റെ കാതലുള്ള ആനക്കുമാരൻ. ആനക്കൂട്ടത്തിൽ നിന്നും എങ്ങനെയോ വഴിപിരിഞ്ഞ് വാല് മുറിഞ്ഞ് വനം വകുപ്പിൻ്റെ കയ്യിലെത്തിയ എറിച്ചിൽ പടക്കം. ആകെ ഒരു വല്ലാക്കോലം. അതിനൊപ്പം മുറിഞ്ഞുപോയതിൻ്റെ ബാക്കിയായ അരക്കഴഞ്ച് വാലും. തോട്ടമടച്ചുള്ള അടയ്ക്കാക്കച്ചവടം നടക്കുമ്പോൾ അടയ്ക്കാക്കുലയിലെ തിരിവായി മാറുന്ന കുരുട്ടടയ്ക്കകൾ ആരും എണ്ണത്തിൽ കൂട്ടാറില്ല. അങ്ങനെ ഒരു തിരിവ്. എന്നിട്ടും നിലമ്പൂർ ഫോറസ്റ്റ് ഡിവിഷനിലെ കരുളായി ഡിപ്പോയിൽ നടന്ന ലേലത്തിൽ കയ്യേറ്റത് പേരും പെരുമയുമുള്ള ഒട്ടേറെ ഗജവീരന്മാരെ ക്രയവിക്രയം ചെയ്തിട്ടുള്ള മനിശ്ശേരി ഹരി. ഈ കുരിപ്പിനെ കൊണ്ട് ഞങ്ങൾ തോറ്റു. ഹരിയേട്ടനാവുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ നടന്നോളും എന്ന് പറഞ്ഞ് വനം വകുപ്പുകാർ പിടിച്ചേൽപ്പിച്ചതാണെന്ന് പറഞ്ഞാലും തെറ്റാവില്ല. പക്ഷേ ഡിപ്പോയിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വരുന്ന വഴിക്ക് തന്നെ അവൻ്റെ തനി നിറം പുറത്തെടുത്തു. ചെറിയൊരു പെട്ടിയോട്ടോ എന്ന് പറയാവുന്ന വണ്ടിയുടെ പിന്നിൽ നിർത്തിയായിരുന്നു യാത്ര. പക്ഷെ ഇത്തിരി ദൂരം പോയി കഴിഞ്ഞപ്പോഴേ ആനക്കുട്ടന് പുറത്തു ചാടണം. പ്രമുഖ ആനത്തറവാടായ കീരങ്ങാട്ട് മനയ്ക്കലെ വാസുദേവൻ നമ്പൂതിരി
ആനക്കുട്ടിക്കൊപ്പം വണ്ടിയിൽ കയറി നിന്ന് വട്ടം പിടിച്ച് സമാധാനിപ്പിച്ചാണ് കുറുമ്പനെ ഒരു വിധത്തിൽ ഒന്ന് വഴിപ്പെടുത്തുന്നത്. ഞങ്ങൾ ചെന്ന് പിന്നീട് ചെന്നു. അപ്പോൾ പറഞ്ഞു, അപ്പോൾ കൊടുക്കാനുള്ള താല്പര്യത്തിലല്ല ആളല്ല. അപ്പോൾ പറഞ്ഞു ഗുരുവായൂർക്ക് ഇങ്ങനെ കൊടുക്കേണ്ട ഒരു ഇതാണ്, നാടനാനക്കുട്ടിയാണ്. അതെ. അപ്പോൾ ഗുരുവായൂർക്ക് ഗുരുവായൂരപ്പിന് കൊടുക്കേണ്ടതാണ്, അങ്ങനെ ദേശമംഗലം മന കിട്ടിയാൽ അങ്ങനെ കൊടുക്കാമെന്ന് ഇതായിട്ട് പറഞ്ഞു. എന്നാ വല്ല എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും പറഞ്ഞില്ല, ബാർഗൻ ചെയ്തുമില്ല. അന്നത്തെ ഒരു വിലയ്ക്ക് ഒന്നും പറഞ്ഞില്ല. അന്നത്തെ ഒരു ന്യായമായ റേറ്റ് കൊടുത്തു. പാറശ്ശേരി ചാമിയാണ് കൊണ്ടുവന്നത്, നടത്തി കൊണ്ടുവന്നു. അന്ന് ദേശമംഗലം മനയിൽ തന്നെയാണ് ഞങ്ങളുടെ ഉണ്ടായിരുന്ന പ്രതാപനാനെ അവിടെ നിർത്തിയിരുന്നു. അവിടെ കുറേ പനയും പട്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തിന്നാൻ കൊടുക്കാൻ വേണ്ടി ആന അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അമ്മാവനും ഞാനൊക്കെ ദിവസം അവിടെ പോവും, അവിടെ പണിക്കാരും ഉണ്ട്, കാണൂല. അപ്പോൾ ആനക്കുട്ടി അങ്ങോട്ട് കൊണ്ടുവന്നു. ചാമിയാശൻ പറഞ്ഞു, സൂക്ഷിക്കണം, ഇത് നമ്മൾ വിചാരിക്കണ ആനക്കുട്ടിയല്ല, ഈ കാണുന്നതിനൊക്കെ ഇരട്ടി ഉണ്ട്, അതിൻ്റെ കയ്യിലിരിപ്പോട്ടെ, സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞു ചതിയനാണ് കേട്ടോ എന്ന് പറഞ്ഞു. ശരി, ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ചെന്ന് അതൊക്കെ കൈകാര്യം ചെയ്തു. അമ്മാവനും ഞാനൊക്കെ ചെന്നു. പിന്നെ മറ്റാനയുടെ ആനക്കാരും ഉണ്ടല്ലോ, നമ്മുടെ വല്യാനയുടെ ആനക്കാരും ഉണ്ട്. ഞങ്ങളെ കഴിച്ച് കൊണ്ട് നടന്നു തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് വല്യാനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പരിപാടിക്ക് കൊണ്ടുപോയി അതിനെ ഒറ്റയ്ക്ക് നിർത്താണ്ടേ അവിടുത്തെ പണി കഴിഞ്ഞു. പിന്നെ ഫുള്ള് ഇവിടെ നിർത്തി. ഇവിടെ പറമ്പിലൊക്കെ വിട്ട നാക്കും സുഖമായിട്ട് തിന്നു മേഞ്ഞ് അവിടെ മുഴുവൻ നടന്ന് ഈ പറമ്പിലൊക്കെ നടന്നു പോകും. എല്ലാ ദിക്കിലും. അന്നത്തെ ഒരു രീതി എങ്ങനെയായിരുന്നു? ആനക്കാരൻ ചേലക്കരയുള്ള ആളാ. അയാൾ വരുന്നതിന് മുമ്പ് ഞാൻ അഴിക്കും, വെള്ളം കൊടുക്കും. സ്വന്തമായിട്ട് അഴിക്കും. അഴിക്കും, ഒരു കുഴപ്പമില്ല, നമുക്കൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ പുറമെയുള്ളവർ വരുമ്പോഴല്ലോ നമ്മൾ ചട്ടക്കാരനായി. ഒരു പ്രശ്നമില്ല. നമ്മളത് അറിഞ്ഞിട്ടല്ലേ കൈകാര്യം ചെയ്യുള്ളൂ. വെള്ളം കൊടുക്കും, എന്തെങ്കിലും ദോശ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുക്കും. രാവിലെ കയറ്റിയാക്കും പറമ്പിലേക്ക്. പക്ഷെ കുട്ടികളെ വിട്ടാക്കണ പോലെ ഒരഴവേങ്ങല ഇട്ടിട്ട് അഴിച്ചു വിട്ട് ഞാൻ പോരും. 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇവിടെ നിന്ന് വിളിച്ചാൽ മതി. അപ്പോഴേക്കും വിളി കേട്ട് അത് കുനി കുത്തിയിട്ട് ഓടി വരും. ഉറക്കം നില വിളിച്ചിട്ട് വരും. വയറ് ഫുള്ളാക്കിയിട്ടും വിളിയിൽ വരും. വിളിച്ചാൽ വരും. തിന്നും. മൊന്തയും കാടും തൊട്ടാവാടിയും എല്ലാം വലിച്ചു തിന്നും. പിന്നെ അവിടെ വന്നാൽ ആദ്യം വെള്ളം കൊടുത്ത് അവിടെ കെട്ടിയിടും. അപ്പോഴേക്കും ആനക്കാരൻ വരും. പിന്നെ അപ്പോഴേക്ക് അയാൾക്ക് ചേലക്കരയിൽ നിന്ന് വരണ്ടേ, അയാൾ ഒരു 9 ആയിട്ട് വരുള്ളൂ. പിന്നെ അഴിച്ച് തോട്ടിലേക്ക് കൊണ്ടുപോകും. അയാൾക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം കന്നുകാലികളെ പേടിയായിരുന്നു ഇതിന്. കന്നുകാലികളെ തോട്ടിൽ കഴുകാൻ കൊണ്ടുവന്നാൽ ഇത് ചാടി കയറി പോകും. അങ്ങനെ പേടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരും ഒപ്പം ചെന്നിട്ട് വേണം കഴുകും. പിന്നെ അധികം വൈകാണ്ട് തന്നെ ഗുരുവായൂർക്ക് കൊണ്ടുപോയി. KC പണിക്കർ സാർ ഇവിടെ വന്നു, ഡോക്ടർ വന്നവർക്ക് ടെസ്റ്റ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് നടത്തിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വല്യാനെയും കൂടിയിട്ട് നടത്തി കൊണ്ടുപോയിട്ടാണ് നടയിരുത്തിയത്. ഓർമ്മ വെച്ച കാലം മുതൽ ഇഷ്ടമുള്ള ഒരു ആന. ഇപ്പം നമ്മൾ പറയുമ്പോൾ ആനകളിലെ ദൈവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം ആന നമ്മൾ ഗുരുവായൂർ പട്ടണ്ടാവിനെ പറയും. അപ്പം അത്ര തന്നെ ഇഷ്ടമാണ് ചെറുപ്പം കാലം തൊട്ട് ഈ ഗുരുവായൂർ മുകുന്ദൻ ആനേനെ. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് ഒരു പ്രത്യക്ഷ ഗുരുവായൂരപ്പനാണ് ഈ ആന. അപ്പം അധികം നേരം നോക്കി നിന്ന് കഴിഞ്ഞാൽ എന്തോ ഗുരുവായൂരപ്പൻ്റെ രൗദ്രഭാവം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ ആനയെ പറ്റി അറിയാൻ കഴിഞ്ഞപ്പോഴും എല്ലാ കാര്യങ്ങളിലും എനിക്ക് ഭയങ്കര താല്പര്യമായിട്ട് ആനേനെ. ഈ ആനയെ അറിഞ്ഞ പറ്റിയിട്ടുള്ള സമയങ്ങളിലെല്ലാം ഇതിനോട് നടക്കണം എന്നൊക്കെ കുറേ ആശയുണ്ടായിരുന്നു. അന്നൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ 60-64 ആനയുള്ള സമയത്ത് ആനക്കോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ നന്ദിനി ആന, ജൂനിയർ അച്യുതൻകുട്ടി ആ ഒരു നിരയിലായിരുന്നു മുകുന്ദനാനെ കെട്ടിയിരുന്നത്. അപ്പം അന്നൊക്കെ അവിടെ നിന്ന് കുറേ ആനനെ കണ്ടിരുന്നു. പിന്നീടുള്ള കാലങ്ങളിൽ ആനേനെ തെക്കേ പറമ്പേക്ക് മാറ്റുകയുണ്ടായി. അതേ പിന്നെ ആനേനെ അകലിൽ നിന്ന് കാണാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. പിന്നെ അമിതമായിട്ടൊരു ആവേശം എന്നൊക്കെ പറയുന്ന പോലെ ആനനൊക്കെ എങ്ങനെയും കാണണം, അതിനെ സഹായിച്ചത് എൻ്റെ വരകളാണ്. അപ്പം ഞാൻ മുകുന്ദനാനയുടെ ഒരു പടം വരച്ചു. പടം ആനയുടെ 13-14 കൊല്ലം ആനയെ കൊണ്ടു നടന്ന വേണുവേട്ടനെ സമർപ്പിക്കാൻ പറ്റി. അങ്ങനെ വേണുവേട്ടൻ വഴി ഒരു ബന്ധം ഉണ്ടാക്കി. അങ്ങനെയാണ് ഞാൻ മുകുന്ദനാനയിലേക്ക് എത്തിപ്പെടുന്നത്. അതായത് ആനയെ തൊടാനും അവസാന കാലം വരെ, അതായത് ചെരിയുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് വരെ ആനക്കാരല്ലാതെ ആ ആനയ്ക്ക് ഭക്ഷണം കൊടുത്തിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അത് ഞാനാണ്. അപ്പം അതിനുള്ള ഭാഗ്യവും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി. പിന്നെ അതുപോലെ തന്നെ തെക്കേ പറമ്പിൽ നിന്ന് എന്നെ കാണാൻ വേണ്ടി ആന ആ ഒരു നോ എൻട്രി എഴുതിയിട്ടുള്ള ആ ഒരു പറമ്പ് വരെ വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ എന്നെ സംബന്ധിച്ചിട്ട് അതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. സ്നേഹത്തോടെ താലോലിച്ച് ഭക്ഷണം കൊടുക്കാൻ എത്തുന്നവരോട് പോലും ചെറയുന്ന പ്രകൃതം. ആനക്കുട്ടി അങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് പറയിക്കാൻ പോന്നതായിരുന്നു അവൻ്റെ ലക്ഷണങ്ങൾ. നല്ല ലക്ഷണങ്ങളെക്കാളേറെ പൊട്ട ലക്ഷണങ്ങൾ. ദേശമംഗലം മന പൊളിക്കുന്നതിനിടെ കുറച്ച് ദിവസം പനമ്പൊട്ടയൊക്കെ തിന്നട്ടെ, വലിയൊരു ആനയ്ക്കൊപ്പം നിന്ന് ചിട്ടവട്ടങ്ങൾ പഠിക്കട്ടെ എന്ന ഉദ്ദേശത്തോടെ പുന്നത്തൂർ പ്രതാപൻ എന്ന ആനയ്ക്കൊപ്പം മുകുന്ദനെയും അവിടെ നിർത്തിയിരുന്നു.
ലക്ഷണക്കേടുകളുടെ രൂപത്തിൽ ദൈവം കാലേകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച വിധി നിയോഗമോ അതോ ദേശമംഗലം മനയ്ക്കകത്ത് വെച്ചുപൂജയുണ്ടായിരുന്ന ഉപാസനാമൂർത്തികളുടെ മനസ്സറിഞ്ഞുള്ള ശാപമോ? അതെന്ത് തന്നെ ആയാലും ആദിമധ്യാന്തം ഒരു നിഷേധിയുടെയും ധിക്കാരിയുടെയും തല്ലുകൊള്ളിയുടെയും പ്രതിനായക വേഷം എടുത്തണിയാനായിരുന്നു മുകുന്ദന്റെ കർമ്മനിയോഗം. മുകുന്ദന്റെ ജീവിതവും മുകുന്ദൻ ഉയർത്തിവിട്ട തീയും പുകയും തലമുറകൾ എത്ര കഴിഞ്ഞാലും നമ്മൾ മനുഷ്യർക്ക് അത് ഗുണപാഠവും ഗുരുതര സ്വഭാവവുമുള്ള മുന്നറിയിപ്പാണ്.